കാരണം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട്. പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഖതീബ് ഖുത്ബ ഓതുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്നു, വൽ ഇമാമു യഖ്തുബു, ഇമാം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസിത്, മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗാ, അവൻ്റെ ഈ പറഞ്ഞവൻ്റെ ജുമുഅ പോലും നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, എൻ്റെ മഹല്ലടക്കം ഞാൻ ജുമുഅക്ക് പോയിരിക്കുമ്പോൾ മുൻപിലെ സൊഫിലും ബാക്കിലെ സൊഫിലും പുറത്തുനിന്നൊക്കെ വർത്തമാനങ്ങളാണ് കേൾക്കുക. നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല. നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാണ്. അത്രയും വലിയ ആളുകളാണ്. അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കണമെന്നറിയില്ല. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും, ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും. ഖതീബ് സലാം പറഞ്ഞ് ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ ഒരക്ഷരം വായ കൊണ്ട് മിണ്ടരുത്, മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല. അത്ര ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവൻ്റെ ജുമുഅ നഷ്ടപ്പെട്ടു പോകും. കാരണം ഖുത്ബ 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടുകയില്ലേ? അതുപോലെ ഖുത്ബ 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. ഖുത്ബയിൽ ശാന്തമായി ആ ഖുത്ബ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, കേൾക്കുക, പകർത്തുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.